കേരളത്തിൻ്റെ തനതു നൃത്തകലയായ കഥകളിയുമായി സാമ്യം പുലർത്തുന്ന കലാവിശേഷമാണ് ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന യക്ഷഗാനം. കർണാടകത്തിലെ ഉത്തര കന്നഡ, ഷിമോഗ, ഉടുപ്പി, ദക്ഷിണ കന്നഡ എന്നീ ജില്ലകളിലും കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലും യക്ഷഗാനം പ്രചാരത്തിലുണ്ട്. ദേവന്മാരുടെ സംഗീതമെന്നാണ് യക്ഷഗാനം എന്ന വാക്കിനർത്ഥം. 400ഓളം വർഷം പഴക്കമുള്ള ഈ നൃത്തരൂപത്തിൻ്റെ പിതാവായി പറയപ്പെടുന്നത് പാർത്ഥിസുബ്ബ എന്ന കാസർഗോഡ് സ്വദേശിയാണ്. നൃത്തവും അഭിനയവും സാഹിത്യവും സംഗീതവും എല്ലാം ചേർന്ന യക്ഷഗാനം ഭക്തിയും മതാചാരങ്ങളും സാധാരണക്കാരിലേക്കും പകരുന്ന കലാമാധ്യമമായാണ് പ്രചാരം നേടിയത്. സന്ധ്യയ്ക്ക് ചെണ്ട മുഴക്കി ആരംഭിക്കുന്ന ഈ കലാരൂപം പാരമ്പര്യമനുസരിച്ച് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമുള്ള കഥകളാണ് യക്ഷഗാനത്തിന് ഉപയോഗിക്കുന്നത്. പാട്ടിനും നൃത്തത്തിനുമൊപ്പം സംഭാഷണം കൂടി ചേർന്നതാണ് അവതരണ രീതി. നിയതമായ സാഹിത്യത്തിനനുസരിച്ചല്ല, മിക്കവാറും കലാകാരന്മാരുടെ മനോധർമ്മത്തിനനുസരിച്ചാകും അവതരണം. നിറപ്പകിട്ടാർന്ന വേഷങ്ങളാണ് യക്ഷഗാനത്തിനുള്ളത്. പൊതുവെ ഉപയോഗിക്കുന്ന ഭാഷ കന്നഡയാണെങ്കിലും തുളു, മലയാളം എന്നീ ഭാഷകളിലും യക്ഷഗാനം അവതരിപ്പിക്കാറുണ്ട്. സ്ത്രീകൾക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം വരെയും യക്ഷഗാനം പരിശീലിക്കുന്നത് നിഷേധിച്ചിരുന്നു. ലീലാവതി ബൈപാതിതയ, വിദ്യാ കോല്യൂർ എന്നിവർ ഇന്ന് ലോകമറിയുന്ന യക്ഷഗാന കലാകാരികളാണ്. കണ്ടുകൂർ രുദ്രകവിയുടെ തെലുങ്ക് കൃതിയായ സുഗ്രീവ വിജയം, പാർത്ഥിസുബ്ബയുടെ കന്നഡ കൃതികൾ എന്നിവയാണ് ശ്രദ്ധേയമായ യക്ഷഗാന കൃതികൾ. യക്ഷഗാനത്തിൻ്റെ തനിമ നിലനിർത്തുന്നതിനും തലമുറകൾക്ക് പകർന്നു നൽകുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ട് മഞ്ചേശ്വരത്തെ മഹാകവി ഗോവിന്ദ പൈ സ്മാരകത്തിൽ ഒരു യക്ഷഗാന മ്യൂസിയവും കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ഒരു യക്ഷഗാന ഗവേഷണ കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നു.